സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ആർ. സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്നുള്ളതിൽ സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. കാപ്പ കേസ് ചുമത്തപ്പെട്ട വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനാൽ കോർപ്പറേഷൻ ഓഫീസിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകുന്നത്. നാളെ രാവിലെ 11 മണിക്കാണ് സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. ആർ. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷി, സുഗതന്റെ ഭാവി മാത്രമല്ല, കേരളത്തിൽ ആദ്യമായ ഒരു കോർപ്പറേഷൻ ഭരണം ലഭിച്ച തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ ഭാവിക്കും ഏറെ നിർണായകമാണ് കോടതിയുടെ തീരുമാനം. കോടതിയിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആടിയുലഞ്ഞ് നിൽക്കുന്ന ഒരു അംഗബലമാണ്. അപ്പോൾ സുഗതന്റെ അയോഗ്യത വന്നു കഴിഞ്ഞാൽ അത് ബി.ജെ.പിയുടെ ഭരണത്തെ തന്നെ ബാധിക്കും. അത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അടക്കം വലിയ ഗൗരവത്തോടുകൂടി വിഷയം നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, സർക്കാർ അറിയിക്കുന്ന കാര്യങ്ങൾ വളരെ നിർണായകമാണ്, അല്ലേ റോഷി? ഷിയാസഗരിയാണ്. ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലത്തിൽ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും പ്രധാനം. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തി സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുവാദം നൽകില്ല. അതിനെതിരെയാണ് സർക്കാരിന്റെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ സർക്കാരിന്റെ അഭിപ്രായം തേടിയത്. എന്തായിരിക്കും അഭിപ്രായം? അത് പ്രധാനമാണ്. നിലവിലെ സാഹചര്യത്തിൽ സുഗതൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് UDF ഉയർത്തുന്നത്. ഒരു കാരണവശാലും ഈ കാപ്പ കേസിലെ പ്രതിയെ സുഗതന് കൗൺസിലറായിരിക്കാൻ യോഗ്യതയില്ല എന്ന നിലപാടിലേക്ക് കോർപ്പറേഷനിലെ UDF അംഗങ്ങൾ എത്തുന്നുണ്ട്. ആ പ്രതിഷേധം അവർ ഏറ്റവും ഒടുവിൽ നടന്ന കോർപ്പറേഷൻ യോഗത്തിൽ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സർക്കാർ നിലപാട് വളരെ പ്രധാനമാണ്. ആ നിലപാടിനനുസരിച്ചായിരിക്കും സുഗതന്റെ സത്യപ്രതിജ്ഞ തീരുമാനിക്കുക. സർക്കാർ അതിനെ ശക്തമായി എതിർക്കുകയാണെങ്കിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം പ്രധാനം. ഏതായാലും BJP സംസ്ഥാന നേതൃത്വം തന്നെ വിഷയത്തിൽ ഇടപെട്ട് സുഗതനുള്ള നിയമസഹായവും നിയമപോരാട്ടത്തിന് അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താൻ സുഗതന്റെ കൗൺസിലർ സ്ഥാനം അത് നിർണായകമാണ്. ഏതെങ്കിലും കാരണവശാൽ അയോഗ്യത വരികയാണെങ്കിൽ ഭരണം തുലാസിലാവുകയും ചെയ്യും. അതിന് ഒരുപക്ഷെ LDFും UDFും ഒത്ത് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഭരണപ്രതിസന്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാൻ തീരുമാനിക്കുന്നത്. നേരത്തെ 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി അയോഗ്യമാക്കുകയും തൊട്ടു പിന്നാലെ തന്നെ എല്ലാവരും, അത് സുഗതനൊഴികെയുള്ള മറ്റെല്ലാവരും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും സുഗതന്റെ ഭാവി, അതിൽ കൗൺസിലർ സ്ഥാനത്തുള്ള ഭാവി, ജനപ്രതിനിധി നിലയിലുള്ള ഭാവി അറിയാൻ കഴിയുക. ശരി റോഷി, നമുക്ക് കാത്തിരിക്കാം കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ.